മുട്ടിന് തേയ്മാനവും രാവിലെ അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷെ മുഴുവൻ മാറിയില്ല. അപ്പോൾ ഇപ്പോൾ അഭിഷേക പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ആക്ഷൻ കളിച്ച് തുടങ്ങി. പിന്നെ അതുപോലെ 10 മിനിറ്റിൽ കൂടുതൽ എനിക്ക് നിൽക്കാനൊന്നും കഴിയില്ലായിരുന്നു. ഇത്രയും സമയം 1 മണിക്കൂറിലധികം നിന്ന് ഡാൻസ് ഒക്കെ എന്നിട്ട് മതിയായിട്ടില്ല. താങ്ക്സ്, 1000 എനിക്ക് പിന്നെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോ കാലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പെരുത്ത് എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു. ആ മസിലെല്ലാം ഉറച്ച് പിന്നെ എനിക്ക് കാലിന് എൻ്റെ മുട്ടിൽ വെച്ച സാധനങ്ങളൊന്നുമില്ല, അതെല്ലാം പോയി. കർത്താവ് എൻ്റെ എല്ലാം ജോയിന്റ് ആക്കി തന്നിരിക്കുക. അതിങ്ങനെ കൂടി ഞാനിങ്ങനെ കുളിര് കോരിയിട്ട് ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുകയെന്ന്. അഭിഷേകത്തിന്റെ ഒരു സ്വഭാവമാണത്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോഴും അത് പറയുമ്പോ എനിക്കിങ്ങനെ കുളിര് കോരുക, കാലിൽ കൂടെ പെരുത്ത് കയറിയിട്ട് കൈ എനിക്ക് മൂർധാവി വരെ ഇങ്ങനെ പെരുത്ത് കയറിയിട്ട് ഇങ്ങനെ വരുക ഇങ്ങനെ. അപ്പം എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും പോയി. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് കാലം എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കാൻ പറ്റൂലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ഇന്നലെ മുതൽ കാലം അങ്ങനെ എടുത്ത് വെച്ചിട്ട് തുള്ളിയായി. കറണ്ട് പാസ് ചെയ്യുന്ന പോലെ വരുമോ? കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എത്ര പ്രാവശ്യം വന്നു? കുറേ പ്രാവശ്യം വന്നു പോവാണ് ഇങ്ങനെ. അല്ല ഇപ്പൊ വരുന്നില്ലേ? ഇപ്പൊ വരുന്നില്ലേ? അഭിഷേകത്തിന്റെ ശക്തി നിങ്ങൾ ഒന്ന് റിലീസ് ചെയ്താൽ ചെയ്യുന്നില്ല. എനിക്ക് ഇന്നലെ തൊട്ട് അഭിഷേകത്തിന്റെ സമയത്ത് ഞാൻ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ എനിക്കൊരു അത്രയും നേരം ചൂട്, ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കുന്നതാണ്. പക്ഷെ നല്ലൊരു ഇളം തെന്നൽ എനിക്ക് ചുറ്റുപാട് അടിക്കുന്നു. പിന്നെ എനിക്ക് അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഒരു സ്മെല്ല് എനിക്ക് അത്ര കൺഫേം ആയിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് അത്ര നേരം ഇല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇന്ന് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴും ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം, ഭയങ്കര ഒരു സമാധാനം, എനിക്ക് ഭയങ്കര സന്തോഷം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണത്. ഓക്കെ, യെസ് യെസ്, താങ്ക് യു. പിന്നെ ഫുള്ള് തണുപ്പ് കയറി ഭാഷാവരത്തിൽ വാക്ക് പറയാൻ അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് തണുപ്പ് ഫുള്ള് പിന്നെ ഒരു ചൂട് ഫുള്ള് ചൂട് ഭാഷാവരത്തിൽ വാക്ക് പറയാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ജോർജിൻ്റെ ഒപ്പം ഞാൻ പ്രേയറിന് ഒപ്പം പോകുന്നുണ്ട്. എൻ്റെ മോന് ജോർജ് പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആൾക്കാരനെ കൂട്ടി വരാനുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവം വേണം. യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ജോർജും കൂടിയിട്ട് കർണാടകത്തിൽ. ഞാൻ ഇന്നലെ ഇവിടേക്ക് വരാൻ വേണ്ടി ഒന്നുമല്ല, എൻ്റെ മകള് ഇവിടെ രക്ഷ ചെയ്താണ്. ഞാൻ വരാൻ വേണ്ടി ഇന്നെല്ലാം മാഹി പോയായിരുന്നു. അതിൻ്റെ ക്ഷീണം കൊണ്ടല്ലോ വരാതിരിക്കേ ഇന്ന്. അപ്പോൾ അത് പെട്ടെന്ന് തോന്നി ഇവിടത്തേക്ക് വരണമെന്ന്. ഞാനിവിടെ 10ാമത്തെ ധ്യാനമായി കൂടുന്നത്. 10ാമത്തെ ധ്യാനമാണ് ഇദ്ദേഹം കൂടുന്നത്. എനിക്ക് അതിൽ നിന്ന് നല്ല അത്ഭുതങ്ങളും നല്ല ഇഷ്ടം എല്ലാം ദൈവം തന്നിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ അരുവി തലയിൽ കൂടെയാണ് വരുന്നത്. എന്നാണ് പെട്ടെന്നാ വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് തലയിൽ കൂടെ അങ്ങ് ഓട്ടാ മൂടിക്കളയാ പരിശുദ്ധാത്മാവ്. അനുഭവം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തന്നെ വേറെ വരില്ല, സത്യം ഉണ്ടാവുന്ന അതാണ് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ട്. നിങ്ങള് ആത്മാക്കളെ നേടണം, കുറെ പേരെ കൊണ്ടുവരണം. അതാണ് കുറെ ആറ് വിളിച്ച് എല്ലാം വരും. അഭിഷേകം സ്വീകരിച്ചല്ലോ, വിളിക്കുമ്പോ വരും. സുഗന്ധം വന്നു, നല്ല സുഗന്ധം വന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ എത്ര ഭാഗത്ത് ഇങ്ങനെ എന്തോ ഒരു തരി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാ ദിവസങ്ങളും ബൈബിൾ വായിക്കണം, എല്ലാ ദിവസവും ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓക്കെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതി. ഓക്കെ, യെസ്, ഗോഡ് ബ്ലസ് യു. യെസ്. ഇന്നലെ നമ്മളിവിടെ കുർബാന ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേയറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കറണ്ട് ഷോക്കടിച്ച പോലെ താഴെ മുകൾക്ക് ഇങ്ങനെ വന്ന്. അപ്പോൾ എനിക്ക് വരുമ്പോൾ ഫുള്ള് ഒന്നും കയ്യിലല്ല, വേദനയാണ്, ശരീരം മൊത്തം വേദനയാണ്.
അപ്പം ഞാൻ മോളടുത്ത് പറഞ്ഞ് എനിക്ക് ഇവിടെ പയറെല്ലാം കഴിച്ചാൽ എനിക്ക് ആവില്ല, ഇവിടുന്ന് വേദന വന്ന മോളെ, ഇവിടെ നല്ല വേദന എടുക്കണ്ടേ എനിക്ക് എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എല്ലാ സൂക്ഷ്യമാണുണ്ടല്ലോ, അപ്പോൾ ആ വേദന പോകുമെന്ന് പറഞ്ഞ് അതേപോലെ എനിക്കിപ്പോൾ വേദന ഇല്ല മോളെ പറഞ്ഞു മോളടുത്ത്. എനിക്കും അങ്ങനെ തന്നെ അമ്മ. ഇപ്പോൾ 2 വട്ടം അങ്ങനെ കറണ്ട് ഷോക്ക് അടിച്ച പോലെ പോലെ അങ്ങനെ അടിച്ച പോലെ അങ്ങനെ ചൂടായിട്ട് വന്നു. ഇപ്പം എനിക്ക് നോക്കുമ്പോൾ ഒന്നും വേദന ഒന്നുമില്ല, ഫ്രീ ആയിട്ടുണ്ട്. ഫ്രീ ആയി. ഹല്ലേലൂയ. അതല്ല ഫ്രീ. I am free. അത് പാട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? I am free അല്ലേ? യെസ്, താങ്ക് യു. എനിക്ക് സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കാലെ കൂടെ അതുകൊണ്ട് കയറി വരുന്ന പോലെ, ഇങ്ങനെ നരമ്പൂഴിങ്ങി വരുന്ന പോലെ മോള് വരെയും കയറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ കൈയെല്ലാം കൂടെ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അലേയ ചെല്ലിയപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിൽ എന്തോലെ ഇങ്ങനെ കിട്ടി അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ തീജ്വാല പോലെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കണ്ടു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിലിട്ടാകെ ഒരു വിറയൽ പോലെ. ആ വിറയലും പിന്നെ ഇങ്ങനെ വിയർത്തിട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ കണ്ണീരിങ്ങനെ കണ്ണിന്ന് വരുന്നു. എന്താ പറ്റിയത്? എനിക്ക് തലക്കൈ വെച്ചപ്പോൾ വിയർത്ത് ഞാൻ പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. വേർത്തിട്ട് ഭയങ്കര കാറ്റ് വന്നു. നല്ല കാറ്റ് വന്നു പോലെ നല്ലൊരു സന്തോഷം വന്നു. ഭയങ്കര സന്തോഷമായി. ഈ സന്തോഷം മാറുമോ ഇനി? ഇല്ല. ജീവിതത്തിൽ നിന്ന് മാറുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ മാമോദീസ മുങ്ങി മേരിയായി. നിങ്ങൾ ലക്ഷ്മിയായിരുന്നു. ഇപ്പൊ മാമോദീസ മുങ്ങി മേരിയായി. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ഒത്തിരി രോഗത്താലും ഞാൻ വന്നിയാന്നിട വരുമ്പോൾ എനിക്ക് ഭയങ്കര ഈ നടുവിൻ്റെ 2 കാലിന് ഭയങ്കര വേദനയായിരുന്നു. ആ വേദന ഉള്ള സമയത്ത് ഞാൻ ശുദ്ധിച്ച് പ്രാർത്ഥിച്ച് എടുക്കന്നെ അത് അറിയില്ല. അത് ഞാൻ തുള്ളി ചാടുമ്പോൾ ആ വേദന തമ്പുരാൻ എടുത്ത് മാറ്റിയത് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ എനിക്കൊരു ദർശനം തന്നു. മുള്ളുമുടി ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയ ദർശനമാണ്. അപ്പോൾ എനിക്കത് സാക്ഷ്യപ്പെടുത്താൻ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സ്റ്റേജ് മേൽ വന്നത്. ദൈവത്തിന് അപ്പൊ റൂഹ ധ്യാനത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. നിങ്ങൾക്ക് കിട്ടിയ അനുഭവം പറയും.